സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോയ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഡിണ്ടിഗലിലാണ്. നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ കോളേജ് ബസ് ബ്രേക്ക് ഡൗൺ ആയി. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് വേറെ ബസ് വരെ. നമുക്ക് എഗ്മോറിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. ഏകദേശം ട്രെയിൻ എടുക്കാൻ സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഇലക്ഷന് വേണ്ടി കേട്ടോ, അതായത് സ്റ്റേറ്റ് ലെവൽ ഇലക്ഷന് വേണ്ടി. അപ്പം നമുക്ക് എന്തായാലും അറിയാൻ കിട്ടാനൊന്നും പോകുന്നില്ല, എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതാണ് നമ്മൾ ക്ലാസ്സിലെ കണ്ണിലുണ്ണിയായ വിമൽരാജ് കേട്ടോ. അവനെ ചിരിച്ച് കാണാറില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. തൊട്ടപ്പുറം വേറൊരു കോളേജിൽ നിന്ന് പിള്ളേരുണ്ട്, പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡിണ്ടിഗൽ എത്തി കേട്ടോ. അപ്പം എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ജൂനിയർ രാഹുലാണ്. രാഹുൽ സംസാരിക്കൊന്നുമില്ല, നമ്മുടെ കൂടെ നല്ലൊരു ഇൻഫ്ലുവൻസാണ്. കഴിച്ചിനോ ശരി. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, കുറച്ചൊക്കെ വേറെ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബസ് വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് എല്ലാവരും കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കോളേജിലെത്തി. ഇതാണ് കോളേജ്, GTM കോളേജ് എന്നാണ് പേര്. അങ്ങനെ നൈറ്റ് നമ്മൾ ഫുഡ് പൊറോട്ടയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ പൊതി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് അതിനകത്തിരിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ രാവിലെ നമുക്ക് കഴിക്കാൻ ഇഡലിയും കിച്ചടിയായിരുന്നു. നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എല്ലാം നമുക്ക് ടോക്കൺ ബേസ് ആണ് കിട്ടുന്നത്. ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ്. കാണിച്ചില്ലെന്ന് വേണ്ട, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ സ്പോർട്സിൽ പിള്ളേരൊക്കെ ജേഴ്സി ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗ്രൗണ്ടിൻ്റെ അവിടെ, അവരുടെ പ്രോഗ്രാം വെയിറ്റ് ചെയ്ത്. നമുക്കുണ്ടായത് നമ്മുടെ ഫർസിൻ്റെ റണ്ണിങ് റേസ് ആണ്. ആ യെല്ലോ കളറാണ് ഫർസി. യെസ് ഗൈസ്, നമ്മുടെ ഫർസി സെക്കൻഡ് അടിച്ചു. സോ നെക്സ്റ്റ് പ്രോഗ്രാം ഫാഷൻ ഷോ ആണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നക്ഷത്രം ഉണ്ട് കേട്ടോ ഫാഷൻ ഷോയ്ക്ക്. സോ വി ആർ എക്സൈറ്റഡ്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. എല്ലാ ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ വന്നതേ തോന്നിയില്ല കേട്ടോ. മലയാളീസ് ആയിരുന്നു നിറയെ പേര്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. എന്തിനു പറയാം, ലാസ്റ്റ് ഒരു തൃഷ വരെ വന്നു, സാക്ഷാൽ തൃഷ. അപ്പോൾ ഇതാണ് നമ്മുടെ നക്ഷത്രം. അവൾ സ്റ്റേജ് പൊളിച്ചടുക്കി. നല്ല രസമുണ്ടായിരുന്നുള്ള പരിപാടി. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് പ്രോഗ്രാം ഒന്നുമല്ല, ഇലക്ഷന് വേണ്ടി ക്യാൻവാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പീച്ച് പറയണമല്ലോ. അങ്ങനെ ഞാൻ തട്ടുപുളപ്പ് സ്പീച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഈ തട്ടുപുളപ്പ് പഠിച്ചാൽ അവിടെ ചെന്ന് ഞാൻ വേറെ എന്തെങ്കിലും പറയുന്നത്, കാരണം ഞാൻ ഭയങ്കര ആൻസൈറ്റി ഉള്ള ഒരാളാട്ടോ. നമ്മുടെ ഫസ്റ്റിന് 100 മീറ്റർ റേസിൽ ഫസ്റ്റ് കിട്ടില്ല. ഫസ്റ്റ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇനി അടുത്ത പ്രോഗ്രാമിന് പോവാണ്. പ്രോഗ്രാമാണ് ഫസ്റ്റ് അല്ലേ? ഇപ്പം അടുത്ത് എന്തിനാ പോകുന്നത്? കിട്ടുമോ? സൂപ്പർ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. കിട്ടുമോ സൂപ്പർ ചേട്ടാ? കാണാൻ മേലെ സൂപ്പർ ചേട്ടൻ. കിട്ടുമോ? അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഫൈനൽസിലോട്ട് സെലക്ഷൻ കിട്ടി കേട്ടോ. നെക്സ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം ഡാൻസ് ആണ്. ഡാൻസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടാണ് കളിച്ചത്. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത് ഈ ഡാൻസ് ആണ് കേട്ടോ. ഈ ഡാൻസ് കണ്ട സമയത്ത് എനിക്ക് സന്തോഷം, അതേ സമയത്ത് തന്നെ ഒരു പ്രൗഡ് ഫീലും ഉണ്ടായി കേട്ടോ. കാരണം ഈ ഡാൻസ് കളിക്കുന്നതിനകത്ത് 2 പേരുടെ സ്കൂളിൽ പഠിച്ചവരാണ്. ഒരാളെൻ്റെ ഫ്രണ്ടും ഒരാളെൻ്റെ ജൂനിയറും ആണ് കേട്ടോ. ഈ കുട്ടിയുടെ ഡാൻസിൻ്റെ സ്കൂൾ മുതലുള്ള ഫാനായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ ഗൈസ്, ഇതാണ് എൻ്റെ ക്യാൻവാസ്. ഞാൻ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കണം. പഠിച്ചതിന് വള്ളി പുള്ളി തെറ്റാൻ ഞാൻ എല്ലാം തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ത്രോ ബോൾ കാണാൻ പോയെ. ഇവരൊക്കെ എന്തോ ഒരു ഹാർഡ് വർക്കാണ് ചെയ്തതെന്നറിയോ. കാരണം ഞാനൊക്കെ പുതച്ച് മൂടി ഹോസ്റ്റലിൽ കിടക്കുമ്പോൾ ഇവർ രാവിലെയും വൈകിട്ടും പോസ്റ്റിങ്ങിൻ്റെ ഇടയിലും ഒക്കെ പോയി പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യം, ഈ സ്പോർട്സിന് പോകുന്നവർ, അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവർക്ക് അവരുടെയൊക്കെ ലൈഫിൽ എന്ത് ഡിസിപ്ലിനല്ലേ. ആവുന്ന കാലത്ത് വല്ല സ്പോർട്സിലെങ്ങാനും ചേർന്നെങ്കിൽ ലൈഫ് പ്രൊഡക്റ്റീവായി പോകണം. ആ പടറിയുന്ന സാറ്റ് മാത്രം. ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് 5 മിനിറ്റ് പാട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വാക്ക് തെറ്റിക്കാതെ ഒരു കറക്റ്റ് 5 മിനിറ്റ് പാട്ടിട്ട് കൊടുത്തത്. ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ കോളേജിനേക്കാൾ വലിയ എച്ചികൾ ഈ കാര്യത്തിലെന്ന്. വെരി ബാഡ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വലിയൊന്ന് വർത്താനം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് കഴിക്കാൻ വീശപ്പായിരുന്നു കേട്ടോ. വീശപ്പൊക്കെ കഴിച്ച് നമുക്കിത് ജോലിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പരിപാടി കാണാൻ വന്നേക്കുവാണ്. നമ്മുടെ റിലേയുടെ ഫൈനൽ ഇന്നാണ്. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഗുയ്സ് അങ്ങനെ നമുക്ക് റിലേക്ക് സെക്കൻഡ് അടിച്ചിരിക്കുകയാണ് ഗൈസ് ഓൾ സ്റ്റേറ്റിൽ. നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാൻ ഒരു ഹെവി ആയിട്ടുള്ള മീലായിരുന്നു. അത് കഴിച്ചിട്ട് വയറങ്ങ് നിറഞ്ഞു ഗൈസ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബസ് വൈകിട്ട് 8 മണിക്കുള്ളൂ. സോ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെളിയിലൊരു കടയിൽ നമ്മൾ ഈ ഒരു ചിക്കൻ വാങ്ങിച്ചു കഴിച്ചു ഗൈസ്. ചിക്കൻ വറുത്ത് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വെച്ചു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ റീൽസ് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല, കാരണം ഇതിൻ്റെ പല ക്ലിപ്പ് പലരുടെ കയ്യിലായിപ്പോയി. അങ്ങനെ റീലൊക്കെ എടുത്ത ശേഷം നമ്മുടെ ബസ് വന്നു ഗൈസ്. ഒറ്റൊരു ഈ ഗവൺമെൻറ് ബസ് നമുക്ക് വിട്ട് തന്നേക്കാണ് ഗൈസ്. നമ്മൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പേര് പോയതിൽ നമുക്ക് റിലേക്ക് റണ്ണിങ് റേസിന് മാത്രം പ്രൈസ് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ PT സാർക്കും അവർക്കൊരു സർപ്രൈസ് ആയിട്ട് പിള്ളേർ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂലോകത്തിൻ്റെ സ്പന്ദനം മാക്സിലാണെങ്കിലും നമ്മുടെ വേൾസിൻ്റെ സ്പന്ദനം രാഹുല കേട്ടോ. ഇവൻ്റെ 2 സ്റ്റെപ്പ് ഇല്ലാതെ ആ ഒരു പരിപാടിക്ക് അങ്ങോട്ട് ഓളം കിട്ടാറില്ല. സോ ഇവിടെ അവൻ 2 സ്റ്റെപ്പ്. അങ്ങനെ അന്ന് രാത്രി 12 മണിക്കായിരുന്നു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയുടെ പിറന്നാൾ. അപ്പോൾ അവരെന്നെ വിളിച്ചെണീപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ താങ്ക് യു ഗൈസ്, എന്നെ സന്തോഷപ്പെടുത്തിയാണ്. താങ്ക് യു ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.